എന്ന് പള്ളിയിൽ നിന്ന് പറയുന്നത് കേട്ടില്ലേ? ഉറക്കത്തേക്കാൾ നല്ലത് നമസ്കാരമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എഴുന്നേൽക്കു മോനെ. ശരി ഉമ്മ. ഇത്താത്ത, ഞാനൊന്ന് ഊളു എടുത്തോട്ടെ. അപ്പോ നീ പല്ല് തേക്കാതെയാ പള്ളി പോകുന്നേ? നിസ്കരിക്കാൻ എന്തിനാ പല്ല് തേക്കുന്നത്? ഊളു എടുത്താ പോരെ? അലി, നമസ്കരിക്കാൻ വുളു എടുത്താൽ മതി. പക്ഷേ വുളു എടുക്കുന്നതിന് മുമ്പ് പല്ലും തേക്കണം. അങ്ങനെയാ നമ്മുടെ നബി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മോൻ ആദ്യം പല്ല് തേച്ചോളൂ. അസ്സലാമു അലൈക്കും ഉപ്പ. വലൈക്കും അസ്സലാം. മോൻ ഉദു എടുത്ത് റെഡിയായല്ലേ? ഇനി നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഉപ്പ, ഇന്നു മുതൽ എല്ലാ ദിവസവും ഉപ്പയുടെ കൂടെ പള്ളിയിൽ പോകണമെന്ന് ഉമ്മ പറഞ്ഞല്ലോ, അതെന്തിനാ? മോൻ തന്നെ പറ, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അത് ഇന്നെന്റെ 7ാമത്തെ ബർത്ത്ഡേ ആണ്. അത് തന്നെ. അപ്പോ നിനക്കിപ്പോ എത്ര വയസ്സായി? 7 വയസ്സ്. നമ്മുടെ നബി പറഞ്ഞിരിക്കുന്നത് എന്താന്നറിയോ മോന്? എന്താ? 7 വയസ്സായാൽ എല്ലാ കുട്ടികളും നമസ്കരിച്ചു തുടങ്ങണമെന്നാ. മനസ്സിലായോ? നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ മുസ്ലിം ആവുകയില്ല. മുസ്ലിം എന്ന് പറഞ്ഞാ എന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ. അതായത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവൻ എന്നാണ് അതിനർത്ഥം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരണശയ്യയിൽ പോലും നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മോന് മനസ്സിലായോ? എന്നാ നമുക്ക് പോകാം.